നമസ്കാരം. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഷോണിമ. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റിനിൽ തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 181 വിദേശ തൊഴിലാളികളെ നാടുകടത്തിയതായി LMRA അറിയിച്ചു. രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിലായി ഓഗസ്റ്റ് 18 മുതൽ 24 വരെയുള്ള കാലയളവിൽ 1714 പരിശോധനകൾ നടത്തുകയും താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 45 പേരെ പിടികൂടുകയും ചെയ്തു. ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും LMRA അധികൃതർ അറിയിച്ചു. UAEയിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്കുള്ള സൗജന്യ ബാഗേജ് അലവൻസിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓഗസ്റ്റ് 19 മുതൽ ബാഗേജുമായി ബന്ധപ്പെട്ട് പ്രാബല്യത്തിൽ വരുന്ന പുതിയ പരിഷ്കരണം കോർപ്പറേറ്റ് ബുക്കിംഗുകളായ കോർപ്പറേറ്റ് വാല്യൂ, കോർപ്പറേറ്റ് ഫ്ലെക്സ് എന്നിവയ്ക്ക് മാത്രമാണ് ബാധകം. എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, മറ്റു പ്രമുഖ ബുക്കിംഗ് ചാനലുകൾ എന്നിവ മുഖേന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഈ മാറ്റം ബാധകമല്ല. UAE ഒഴികെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കുള്ള സൗജന്യ ബാഗേജ് അലവൻസ് 30 കിലോയായും ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ളത് 20 കിലോയായും തുടരും. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സൗജന്യ ബാഗേജ് അലവൻസ് 20 കിലോയായും തുടരും. ബിസിനസ് ഇക്കോണമി ക്ലാസ് നിരക്കുകളിൽ നെറ്റ്വർക്കിലുടനീളം 25% വരെ കിഴിവ് വാഗ്ദാനം ചെയ്ത് ഒമാൻ എയർ. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് 31 ഒമാൻ റിയാൽ മുതലുള്ള ടിക്കറ്റ് വിൽപ്പന സെപ്റ്റംബർ 5 വരെയാണ് നടക്കുക. ഒമാൻ എയറിന്റെ എക്കാലത്തെയും വലിയ ആഗോള വിൽപ്പനയാണ് നടക്കുന്നത്. യൂറോപ്പ്, ഫാർ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലെ നഗരങ്ങളിലേക്കാണ് യാത്രികർക്ക് ഒമാൻ എയറിന്റെ സേവനം ലഭ്യമാവുക. 2024 സെപ്റ്റംബർ 1 മുതൽ 2025 മാർച്ച് 31 വരെ ഇതുവഴി യാത്ര ചെയ്യാം. ഒമാൻ എയറിന്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, കോൾ സെന്റർ, സെയിൽസ് ഓഫീസ് അല്ലെങ്കിൽ നിയുക്ത ട്രാവൽ ഏജന്റുമാർ എന്നിവ മുഖേന ബുക്കിംഗ് നടത്താവുന്നതാണ് എന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിനെ അഭിനന്ദിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രധാനമന്ത്രിയുടെ പോളണ്ട്, ഉക്രൈൻ സന്ദർശനങ്ങളെയും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സന്ദേശത്തെയും പ്രശംസിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ബൈഡൻ നരേന്ദ്രമോദിയെ വിളിച്ചതായാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശ് പ്രതിസന്ധിയും അയൽരാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും ഹിന്ദുക്കളുടെയും സുരക്ഷയെ സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലി യോഗത്തെക്കുറിച്ചും ചർച്ച നടത്തി. വയനാടിന് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ 2000 കോടിയുടെ അടിയന്തര സഹായം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെന്നാണ് സൂചന. വയനാടിന്റെ നിലവിലെ സാഹചര്യം പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി. 3ാം വട്ടവും മോദി പ്രധാനമന്ത്രിയായ ശേഷം പിണറായി വിജയൻ ദില്ലിയിൽ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടന്നത്. കടമെടുപ്പ് പരിധി അടക്കമുള്ള സംസ്ഥാനത്തിന്റെ മറ്റ് ആവശ്യങ്ങളും അദ്ദേഹം മോദിയെ അറിയിച്ചു. സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി. മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതായി മോഹൻലാൽ മുഖ്യമന്ത്രിയെ കത്തിലൂടെ അറിയിച്ചിരുന്നു. ഒപ്പം ഭരണസമിതിയിലെ 17 അംഗങ്ങളും രാജിവെച്ചു. ഇതോടെ അമ്മ ഭരണസമിതിയും പിരിച്ചുവിട്ടു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ അമ്മ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന വിമർശനം ഏറ്റെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ടത്. വിമർശനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ രാജി. ക്ഷേമപ്രവർത്തനങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നതുവരെയാണ് അഡ്ഹോക് കമ്മിറ്റി തുടരുക. 2 മാസത്തിനു ശേഷം തിരഞ്ഞെടുപ്പുണ്ടാകും. ഓണക്കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ തുടരും. അമ്മയുടെ വീഴ്ച സമ്മതിച്ചാണ് കൂട്ടരാജി. മോഹൻലാൽ അടക്കമുള്ള അമ്മ സംഘടനയുടെ കൂട്ടരാജി ഞെട്ടിച്ചുവെന്ന് നടിയും അമ്മ അംഗവുമായ ശ്വേത മേനോൻ പറഞ്ഞു. പുതിയ ആളുകൾ നേതൃനിരയിലേക്ക് വരട്ടെ എന്നും പൃഥ്വിരാജ് പ്രസിഡന്റായി വരണമെന്നും ശ്വേത മേനോൻ പറഞ്ഞു. ഇത്രയും സ്ത്രീകൾ മുന്നോട്ട് വന്നത് സല്യൂട്ട് ചെയ്യുകയാണെന്ന് ശ്വേത മേനോൻ അറിയിച്ചു. മോഹൻലാൽ പ്രസിഡന്റായി ഇല്ലെങ്കിൽ പൃഥ്വിരാജിനെയാണ് പ്രസിഡന്റായി താൻ കാണുന്നതെന്നും നടി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ നടിമാർ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജി. ഇത്തവണത്തെ ജനറൽ ബോഡി യോഗത്തിൽ ഒരു മാറ്റത്തിന് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും സ്ത്രീ പ്രസിഡന്റ് ആകണമെന്നും പറഞ്ഞപ്പോൾ അതിനോട് അനുകൂലമായിട്ടാണ് മോഹൻലാൽ പ്രതികരിച്ചത്. നല്ലൊരു നീക്കമാണിത്. പുതിയ ഭാരവാഹികൾക്ക് ഏറെ ഉത്തരവാദിത്തമുണ്ടാകും. പുതിയ തലമുറ നേതൃനിരയിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഭാവിയിൽ പൃഥ്വിരാജ് പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹം നേരത്തെ പറഞ്ഞിരുന്നുവെന്നും ശ്വേത മേനോൻ പറഞ്ഞു.
വനിതാ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 15-അംഗ ടീമിൽ 2 മലയാളി താരങ്ങളാണ് ഇടം പിടിച്ചത്. ആശ ശോഭന, സജന സജീവൻ എന്നിവരാണ് ടീമിലെ മലയാളി സാന്നിധ്യം. ഹർമൻപ്രീത് നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. റിച്ച ഘോഷും യസ്തിക ഭാട്ടിയയുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ. ഉമാ ഛേത്രി, സൈമ ഠാക്കൂർ, തനുജ കൻവാർ എന്നിവർ ടീമിലെ ട്രാവലിംഗ് റിസർവ് താരങ്ങളാണ്. ഒക്ടോബർ 3-ന് UAE-യിലാണ് ടൂർണമെന്റിന് തുടക്കമാവുക. ഷാർജയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഒക്ടോബർ 4-ന് ന്യൂസിലൻഡുമായാണ്. ദുബായിലാണ് മത്സരം. ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം ഒക്ടോബർ 6 ഞായറാഴ്ചയാണ് നടക്കുക. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.